Hello dear students, welcome to another online class. We are in the fourth session of the third chapter of Plus One Accountancy, and the name of our chapter is Recording of Transactions First, and today we will discuss the process of preparing accounting equation. പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പുതിയൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പ്ലസ് വൺ അക്കൗണ്ടൻസിയിലെ മൂന്നാമത്തെ പാഠമാണ്. പാഠത്തിൻ്റെ പേര് റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻസ് ഫസ്റ്റ് എന്നതാണ്. ആ പാഠത്തിൻ്റെ നാലാമത്തെ ക്ലാസ് ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താ പഠിച്ചത്? കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് അക്കൗണ്ടിങ് ഇക്വേഷൻ, അതായത് അസറ്റ് ഈക്വൽ ടു ഇക്വിറ്റീസ് എന്ന് പറയുന്ന ഇക്വേഷനെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ ആ ഇക്വേഷനെ പ്രൂവ് ചെയ്യാണ്. ഇന്നത്തെ സെഷനിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? വി ആർ ട്രൈങ് ടു പ്രൂവ് the accounting equation with the help of some examples. Clear? അപ്പോൾ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതുവരെ HSS ടൈംസ് എന്ന വിദ്യാഭ്യാസ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ പുതിയ ക്ലാസ്സുകൾ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. കൂടാതെ ഈ പാഠത്തിൻ്റെ നോട്ട്സൊക്കെ ആവശ്യമുള്ള കുട്ടികൾക്ക് സ്ക്രീനിൽ കാണുന്ന ബ്ലോഗ് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നോട്ട്സും സ്ലൈഡും ഒക്കെ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ് ആരംഭിക്കാം. ഒരു എക്സാമ്പിൾ എടുക്കുക. നമ്മൾ ഇന്നത്തെ ക്ലാസ് ഡിസ്കസ് ചെയ്യുന്നത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എൻ എക്സാമ്പിൾ. വി ആർ ഡിസ്കസിങ് ടുഡേയ്സ് സെഷൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എൻ എക്സാമ്പിൾ. രോഹിത് ഈസ് എ ബിസിനസ് മാൻ. ഹി സ്റ്റാർട്ടഡ് ഹിസ് ബിസിനസ് വിത്ത് എ ക്യാപിറ്റൽ ഓഫ് 50,000. ഒന്നാമത്തെ ട്രാൻസാക്ഷൻ നോക്കുക. ഇതാണ് നമ്മുടെ എക്സാമ്പിൾ. രോഹിത് എന്ന് പറയുന്ന ഒരാൾ 50,000 രൂപ ക്യാപിറ്റൽ കൊണ്ട് ബിസിനസ് തുടങ്ങി. ക്ലിയർ? ഫ്രം ദ അക്കൗണ്ടിംഗ് പോയിന്റ് ഓഫ് വ്യൂ, the resources of this business entity is in the form of cash, that is 50,000. അക്കൗണ്ടിംഗ് പോയിന്റ് ഓഫ് വ്യൂവിൽ ഈ ബിസിനസ്സിൻ്റെ റിസോഴ്സ് എന്ന് പറയുന്നത് 50,000 രൂപ ക്യാഷ് ബിസിനസ്സിലേക്ക് വരുന്നു. ക്യാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അസറ്റാണ്. കമ്പനിയുടെ അസറ്റാണ് ക്യാഷ്. അപ്പോൾ ഈ രോഹിത് 50,000 രൂപ കൊണ്ട് ബിസിനസ് തുടങ്ങുന്ന സമയത്ത് 50,000 രൂപ ക്യാഷ് ബിസിനസ്സിലേക്ക് വരുന്നു. ക്ലിയർ? ഒന്നാമത്തെ. അപ്പം അക്കൗണ്ടിങ് എന്താ പറയുന്നത്? എല്ലാ ട്രാൻസാക്ഷനും രണ്ട് ഇഫക്റ്റ് ഉണ്ട്. ഡ്യുവൽ ആസ്പെക്ട് പ്രിൻസിപ്പിളാണ് അക്കൗണ്ടിങ്ങിൽ നമ്മൾ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഒന്നാമത്തെ ആസ്പെക്റ്റ് നമുക്ക് മനസ്സിലായി. 50,000 രൂപ ക്യാഷ് ബിസിനസ്സിലേക്ക് വന്നു. നെക്സ്റ്റ് സെൻറ്റൻസ് നോക്കുക. സോഴ്സസ് ഓഫ് ദിസ് ബിസിനസ് എൻറ്റിറ്റി ഈസ് ദ കോൺട്രിബ്യൂഷൻ ഓഫ് രോഹിത്, that is owner or proprietor, 50,000 as capital. അപ്പോൾ ഇത്രയേ ഉള്ളൂ മക്കളെ, അതൊന്നും അത്ര കൺഫ്യൂഷൻ ഒന്നും ആക്കണ്ട. ദ ഫസ്റ്റ് ട്രാൻസാക്ഷൻ ഈസ് രോഹിത് സ്റ്റാർട്ടഡ് ഹിസ് ബിസിനസ് വിത്ത് ₹50,000. 50,000 രൂപ കൊണ്ട് രോഹിത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ഇതിൻ്റെ രണ്ട് എലമെൻറ്റുകൾ എന്ന് പറയുന്നത്, രണ്ട് ആസ്പെക്റ്റുകൾ എന്ന് പറയുന്നത്, ദ ഫസ്റ്റ് വൺ ഈസ് ക്യാഷ് ഇൻക്രീസസ്, ദാറ്റ് ഈസ് 50,000 ക്യാഷ് കംസ് ഇൻ ടു ദ ബിസിനസ്. 50,000 രൂപ പണം ബിസിനസ്സിലേക്ക് വരുന്നു. ഒന്നാമത്തെ ആസ്പെക്ട്. ഇനി സെക്കൻഡ് ആസ്പെക്ട് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഇൻക്രീസസ്. ബിസിനസിൻ്റെ മൂലധനം കൂടെ അവിടെ ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ ഏതൊരു ട്രാൻസാക്ഷനും രണ്ട് ഇഫക്റ്റ് ഉണ്ട്. രോഹിത് 50,000 രൂപ കൊണ്ട് ബിസിനസ് തുടങ്ങിയ സമയത്ത് ക്യാഷും കൂടുന്നു, ക്യാപിറ്റലും കൂടുന്നു. ഇഫ് വി പുട്ട് ദിസ് ഇൻഫർമേഷൻ ഇൻ ദ ഫോം ഓഫ് ഇക്വാലിറ്റി ഓഫ് റിസോഴ്സസ്, ദ പിക്ചർ വുഡ് എമേർജ് സംവാട്ട് ആസ് ഫോളോസ്. നമ്മൾ ഈ ഒരു ട്രാൻസാക്ഷനെ ഒരു ബാലൻസ് ഷീറ്റിലേക്ക് വരച്ചു കഴിഞ്ഞാൽ താഴെ കാണുന്ന ബാലൻസ് ഷീറ്റ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നോക്കുക, ഈ ഒരു ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞ സമയത്ത് രോഹിത്തിൻ്റെ ബാലൻസ് ഷീറ്റ് ഇങ്ങനെയാണ്. ലയബിലിറ്റീസ് എന്ന ഹെഡിൽ ക്യാപിറ്റൽ, മൂലധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓണർ കൊണ്ടുവന്ന പണമാണ് മൂലധനം. ഇത് ബിസിനസ് രോഹിത്തിന് തിരിച്ചു കൊടുക്കണം. കാരണം ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് പ്രകാരം ബിസിനസ് വേറെ, ബിസിനസ് മാൻ വേറെ. അപ്പം രോഹിത്തിൻ്റെ ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ ലയബിലിറ്റീസ് സൈഡ്, അസറ്റ്, ബാലൻസ് ഷീറ്റിന് രണ്ട് സൈഡാണ്, ലയബിലിറ്റി സൈഡും അസറ്റ് സൈഡും. അപ്പോൾ ലയബിലിറ്റീസ് സൈഡിനകത്ത് ക്യാപിറ്റൽ എന്ന ഹെഡിൽ 50,000 രൂപ വരുന്നു. അസറ്റ് സൈഡിൽ ക്യാഷ് എന്ന് പറഞ്ഞ, ക്യാഷ് ഇൻ ഹാൻഡ് എന്ന് പറഞ്ഞ സൈഡിൽ എന്ന് പറഞ്ഞ ഐറ്റം 50,000 രൂപ ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ നോക്കിക്കോ, ഇൻ ദ എബോ ബാലൻസ് ഷീറ്റ് ദ ടോട്ടൽ അസറ്റ്സ് ആർ ഈക്വൽ ടു ദ ലയബിലിറ്റീസ് ഓഫ് ദ ബിസിനസ്. ഈ കേസിൽ എന്താണ്? ഇത് ടോട്ടൽ കോളമാണ്. ലയബിലിറ്റീസിൻ്റെ ടോട്ടൽ 50,000, അസറ്റിൻ്റെ ടോട്ടൽ 50,000. അപ്പം ഈ ഒരു കേസിൽ അക്കൗണ്ടിങ് ഇക്വേഷൻ പ്രൂവ് ചെയ്യപ്പെട്ടു. ക്ലിയർ? അപ്പം ഞാൻ എന്താ പറഞ്ഞത്?
let me conclude this transaction. The first transaction is Rohit started his business with cash 50,000. In this case, cash increases by 50,000 and also capital increases by 50,000. So in this case, asset equal to equities, asset equal to liabilities. Okay. We would now analyze the transaction listed in example 1 and its effect on different elements, and you will observe that the accounting equation always remain balanced. നിങ്ങൾ ഈ ക്ലാസ് കാണുന്ന സമയത്ത് ഒരു ഷീറ്റ് പേപ്പർ എടുത്തിട്ട് ഈ ഒന്നാമത്തെ ട്രാൻസാക്ഷൻ എഴുതിയെടുക്കുക. രോഹിത് സ്റ്റാർട്ടഡ് ഹിസ് ബിസിനസ് വിത്ത് ക്യാഷ് 50,000 എന്ന് എഴുതിയിട്ട് ഒരു ബാലൻസ് ഷീറ്റ് നിങ്ങളൊന്ന് വരയ്ക്കുക. ഇനി ഈ ക്ലാസ് കാണുന്നതിനൊപ്പം തന്നെ അതിൻ്റെ താഴെ ഓരോ ട്രാൻസാക്ഷൻസും നിങ്ങൾ വരച്ച് ഒരു പേപ്പർ എടുത്തിട്ട് എഴുതിയിട്ട് വരച്ചിട്ട് നിങ്ങൾ പഠിക്കുക. അല്ലാതെ ഇത് ബൈ തിയറി അല്ല, നമ്മളൊരു പ്രോബ്ലത്തിലേക്ക് കടക്കുകയാണ്. ഈ ക്ലാസ്സിന് ശേഷം നെക്സ്റ്റ് ക്ലാസ് ഒരു പ്രോബ്ലം ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആ പ്രോബ്ലം ചെയ്യേണ്ട ബേസാണ് നിങ്ങൾ ഇന്ന് ഇപ്പോൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ എൻ്റെ കൂടെ തന്നെ ഒരു പേപ്പർ എടുക്കുക, എല്ലാവരും ഉടനെ തന്നെ ഒരു പേപ്പർ എടുക്കുക, ഒരു പെന്നും എടുക്കുക, ആദ്യത്തെ ട്രാൻസാക്ഷൻ എഴുതിയെടുക്കുക, വീഡിയോയോട് പോസ് ചെയ്ത് വെക്കുക. അതിനുശേഷം ഞാൻ ക്ലാസ് ചെയ്യുന്നതിന് അതേപോലെ തന്നെ ആ ബാലൻസ് ഷീറ്റ് നിങ്ങൾ മറച്ചു പിടിച്ചുകൊണ്ട് സ്വന്തമായിട്ട് 2 or 3 തവണ ഇത് ചെയ്ത് പഠിക്കുക. ഓക്കെ മക്കളെ, രണ്ടാമത്തെ ട്രാൻസാക്ഷൻ നോക്കുക. ബിസിനസ് പർച്ചേസ്ഡ് എ മെഷീൻ ഫോർ ക്യാഷ് 10,000. ബിസിനസ് പർച്ചേസ്ഡ് എ മെഷീൻ ഫോർ ക്യാഷ് 10,000. 10,000 രൂപ കൊടുത്ത് ബിസിനസ് ഒരു മെഷീൻ വാങ്ങിച്ചു. അപ്പം ഇത് പറയുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൽ പഴയ ബാലൻസ് ഷീറ്റ് ഉണ്ടാവണം. പഴയ ബാലൻസ് ഷീറ്റിൽ എന്താ, ഒന്നാമത്തെ ട്രാൻസാക്ഷൻ നടന്ന സമയത്ത് ഇപ്പോൾ എത്രയുള്ളത്, ക്യാഷ് 50,000, ക്യാപിറ്റൽ 50,000. ഇനി രണ്ടാമത് രോഹിത് എന്ത് ചെയ്തു, 10,000 രൂപ പണം കൊടുത്തുകൊണ്ട് ഒരു മെഷീൻ വാങ്ങിച്ചു. അതിൻ്റെ ഇഫക്റ്റ് എന്താ, 10,000 രൂപ കൊടുത്ത് മെഷീൻ വാങ്ങിക്കുന്ന സമയത്ത് ക്യാഷ് 10,000 കുറയും. നോ ഡൗട്ട്, പൈസ കൊടുക്കണം, ക്യാഷ് 10,000 കുറയും. അതേപോലെ തന്നെ മെഷീൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അസറ്റ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ രണ്ട് ഇഫക്റ്റുകൾ ഏതൊക്കെയാ, ക്യാഷ് കുറയുന്നു, മെഷീൻ കൂടുന്നു. ക്യാഷും അസറ്റാണ്, മെഷീനും അസറ്റാണ്. അപ്പോൾ ഒരു അസറ്റ് കുറയുന്നു, ഒരു അസറ്റ് കൂടുന്നു. Whenever Rohit purchase machine with the help of or by paying 10,000 rupees, cash asset decreases, machine asset increases. ഇത് കൃത്യമായിട്ട് പഠിക്കണേ, ജേണൽ എൻട്രി ഒക്കെ ഇങ്ങനെയാണ് പഠിക്കേണ്ടതിന്. ഒരു ട്രാൻസാക്ഷൻ കണ്ടു കഴിഞ്ഞാൽ അവിടെ രണ്ട് ഇഫക്റ്റ് എന്തൊക്കെയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കണം എന്നല്ല, യു ഷുഡ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ആർ ദ ടു ഇഫക്ട്സ് ഓഫ് എ പെർട്ടിക്കുലർ ട്രാൻസാക്ഷൻ. അപ്പോൾ നമുക്ക് നോക്കാം ബാലൻസ് ഷീറ്റ് എങ്ങനെ ഉണ്ടാവുമെന്ന് നോക്കാം. നോക്കിക്കോ, നേരത്തെ ബാലൻസ് ഷീറ്റ് നിങ്ങൾ പേപ്പറിൽ വരച്ചിട്ടില്ലേ, അതുമായിട്ടൊന്ന് കമ്പയർ ചെയ്തേ. ലാബിലിറ്റി സൈഡിൽ മാറ്റമൊന്നുമില്ല, ലാബിലിറ്റി സൈഡിൽ 50,000 തന്നെയാണ്. അസറ്റ് സൈഡ് മാറി, ക്യാഷ് 40,000 ആയി, മെഷീൻ 10,000 ആയി. ക്യാഷ് 40,000 ആയി, മെഷീൻ 10,000 രൂപയായിട്ട് വർദ്ധിച്ചു. അപ്പോൾ ടോട്ടൽ നോക്കിക്കോ, ലാബിലിറ്റി സൈഡ് 50,000 തന്നെ, അസറ്റ് സൈഡ് 50,000 തന്നെ. അപ്പോൾ ഇൻ ദിസ് കേസ് ഓൾസോ asset equal to equities, asset equal to liabilities plus capital. Clear? In this case also, accounting equation is satisfied. Next, third transaction നോക്കൂ മക്കളെ. Business purchased goods costing 12,000 for cash. Rohit, the business of Rohit purchased goods costing 12,000 for cash. ബിസിനസ്മാൻ എന്ത് ചെയ്യുന്നു, 12,000 രൂപയുടെ സാധനങ്ങൾ പണം കൊടുത്തു വാങ്ങിക്കുന്നു. 12,000 രൂപയുടെ സാധനം പൈസ കൊടുത്തു വാങ്ങിക്കുന്നു. ഇവിടെ എന്താ സംഭവിക്കുന്നത്, ദിസ് ഓൾസോ റെഡ്യൂസ് ക്യാഷ്. ഇതും ക്യാഷ് കുറയുന്നു ആൻഡ് ഇൻക്രീസസ് അനദർ അസറ്റ് ഗുഡ്സ്. അപ്പോൾ ഈ ഒരു ട്രാൻസാക്ഷനകത്ത് ക്യാഷ് എന്ന് പറയുന്ന ഒരു അസറ്റ് കുറയുന്നു, ഗൂഡ്സ് എന്ന് പറയുന്ന മറ്റൊരു അസറ്റ് കൂടുന്നു. ക്യാഷ് അസറ്റ് ഡിക്രീസസ്, another asset that is goods increases. So let us examine the balance sheet of Rohit in this case. നമുക്ക് ബാലൻസ് ഷീറ്റ് നോക്കാം, എങ്ങനെ ഉണ്ടാവുമെന്ന് നോക്കാം. നോക്കിക്കോ മക്കളെ, നേരത്തെ എത്രയായിരുന്നു ഉണ്ടായിരുന്നത്, ക്യാപിറ്റൽ സൈഡിൽ 50,000 തന്നെയായിരുന്നു. ക്യാഷ് സൈഡിൽ ഉണ്ടായിരുന്നത് 40,000 ആയിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. കഴിഞ്ഞ ട്രാൻസാക്ഷൻ സമയത്ത് 40,000 രൂപയായിരുന്നു എന്തായിട്ടുണ്ടായിരുന്നത്, ക്യാഷ് ആയിട്ടുണ്ടായിരുന്നത്. അതിൽ നിന്നും 12,000 രൂപ കുറഞ്ഞു. അപ്പോൾ എത്ര, 28,000 രൂപയായിട്ട് മാറി ക്യാഷ്. മെഷീൻ മാറ്റമൊന്നുമില്ല, 10,000 രൂപ മെഷീൻ അവിടെ ഉണ്ട്. ഇനി മറ്റൊരു അസറ്റ് ഇതാ, മൂന്നാമത് പുതിയൊരു അസറ്റ് വന്നു, സ്റ്റോക്ക് എന്ന് പറയുന്ന ഒരു അസറ്റ്, ഗൂഡ്സ് എന്ന് പറയുന്ന ഒരു അസറ്റ് ഇവിടെ വന്നു. ഗൂഡ്സ് എന്ന് പറയുന്ന ഒരു അസറ്റ് 12,000 കൂടി.
അപ്പോൾ ക്യാഷ് 12,000 കുറഞ്ഞു, ഗൂഡ്സ് 12,000 കൂടി. ഇൻ ദിസ് കേസ് ഓൾസോ asset equal to liabilities, asset equal to equities, asset equal to liabilities plus capital. ഇതാണ് liabilities plus capital എന്ന സൈഡ്, ഇതാണ് asset എന്ന് പറയുന്ന സൈഡ്. അപ്പോൾ ഈ കേസിലും അക്കൗണ്ടിങ് ഇക്വേഷൻ പ്രൂവ് ചെയ്യപ്പെടുന്നു. മനസ്സിലായില്ലേ? മനസ്സിലായിട്ടില്ല എങ്കിൽ 2, 3, 4, 5 തവണ ക്ലാസ് കാണുക. ഈ ബാലൻസ് ഷീറ്റൊക്കെ ഒന്ന് വരച്ച് പഠിച്ചിട്ട് തറവാക്കുക. ഓക്കെ, നെക്സ്റ്റ് ഫോർത്ത് ട്രാൻസാക്ഷൻ നോക്കുക. ലെറ്റ് us examine the fourth transaction. Business purchased goods for 7,600 on credit from Suraj. Business purchased goods for 7,600 on credit from Suraj. നാലാമത്തെ ട്രാൻസാക്ഷൻ എന്താണ്? കച്ചവട സ്ഥാപനം രോഹിത്തിന്റെ ബിസിനസ് യൂണിറ്റ് 7,600 രൂപയുടെ സാധനങ്ങൾ സുരാജ് എന്ന് പറയുന്ന ഒരാളിൽ നിന്നും കടമായിട്ട് വാങ്ങിച്ചു. അങ്ങനെ സുരാജ് എന്ന് പറയുന്ന ഒരാളിൽ നിന്നും കടമായിട്ട് വാങ്ങിക്കുന്ന സമയത്ത് സുരാജ് ബിസിനസ്സിന് 7,600 രൂപയുടെ സാധനം കടമായിട്ട് നൽകി. സുരാജ് ആരാണ് ബിസിനസിന്റെ? ഒന്ന് ആലോചിച്ച് പറഞ്ഞേ. സുരാജ് ആരാ? നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചതാണ്. ഡെപ്റ്റർ ആണോ ക്രെഡിറ്റർ ആണോ? ബിസിനസ്സിന് കടം നൽകുന്ന ആളെ വിളിക്കുന്ന പേരെന്താ? ഇപ്പൊ ഈ ഒരു കേസിൽ ബിസിനസ് സുരാജിന് 7,600 രൂപ കൊടുക്കാനുണ്ട്. സുരാജ് ബിസിനസ്സിന് 7,600 രൂപയുടെ സാധനങ്ങൾ കടമായിട്ട് നൽകി. ഇൻ ദിസ് കേസ് സുരാജ് ഈസ് എ ക്രെഡിറ്റർ. സുരാജ് ഈ ബിസിനസിന്റെ രോഹിത്തിന്റെ ഒരു ക്രെഡിറ്റർ ആണ്. ക്രെഡിറ്റർ എന്ന് പറയുന്നത് അസറ്റ് ആണോ ലയബിലിറ്റി ആണോ? ആലോചിച്ച് നോക്കിയേ. ഞാൻ പറഞ്ഞിട്ടുണ്ട്, എക്സാമ്പിളൊക്കെ വെച്ചിട്ട് ഒന്നാമത്തെ പാഠത്തിൽ പറഞ്ഞ കാര്യമാണ്. ആ ക്ലാസ് കണ്ട കുട്ടികൾക്ക് ഇപ്പൊ ഉത്തരം കിട്ടിയിട്ടുണ്ടാവും. ക്ലാസ് കാണാത്ത കുട്ടികൾ ഇപ്പൊ മുകളിലോട്ട് നോക്കുന്നുണ്ടാവും. എന്താ സുരാജ് ആരാണ്? സുരാജ് ആരാണ്? ബിസിനസിന്റെ ക്രെഡിറ്റർ ആണ്. ക്രെഡിറ്റർ എന്ന് പറയുന്നത് ലയബിലിറ്റി ആണ്, നോ ഡൗട്ട്. ഒരു കറണ്ട് ലയബിലിറ്റി ആണ് സൺട്രി ക്രെഡിറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ലെറ്റ് us examine the effect of this transaction. അപ്പോൾ ഇഫക്റ്റ് ഒക്കെ മനസ്സിലാക്കുന്നതിന് മുമ്പേ എന്തൊക്കെ ഐറ്റംസ് എന്ന് മനസ്സിലാക്കണം. അപ്പോൾ സുരാജ് എന്ന് പറയുന്ന ബിസിനസ്സിന് സാധനങ്ങൾ കടം കൊടുക്കുന്ന ആളെ വിളിക്കുന്ന പേര് സൺട്രി ക്രെഡിറ്റർ എന്നാണ്. സൺട്രി ക്രെഡിറ്റർ എന്നാണ്. ഇനി ഇവിടെ നോക്കിക്കോ, ഇതിന്റെ ഇഫക്റ്റ് എന്തൊക്കെയാ? 7,600 രൂപയുടെ സാധനം വരുന്ന സമയത്ത് ഗൂഡ്സ് ഇൻക്രീസസ്. സാധനം നമ്മൾ കടമായിട്ട് വാങ്ങിച്ചു, നമ്മൾ ബിസിനസ്മാൻ രോഹിത്. അപ്പോൾ രോഹിത്തിന്റെ ബിസിനസ്സിലെ സാധനം ഗൂഡ്സ് വർദ്ധിക്കുന്നു. ഒന്നാമത്തെ ഇഫക്റ്റ് അസെറ്റ്. an asset goods increases by 7,600. ഒരു സൈഡിൽ 7,600 രൂപയുടെ അസറ്റ് വർദ്ധിക്കുന്നു. ഇനി എന്താ സെക്കൻഡ് ആസ്പെക്ട്? സെക്കൻഡ് ആസ്പെക്ട് സുരാജ് ഇൻക്രീസസ്. സുരാജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രെഡിറ്റർ ഇൻക്രീസസ്. ക്രെഡിറ്റർ ഇൻക്രീസസ്. ക്രെഡിറ്റർ മീൻസ് ലയബിലിറ്റി. ലയബിലിറ്റി ഇൻക്രീസസ്. മക്കളെ മനസ്സിലായോ? അപ്പൊ ഈ ട്രാൻസാക്ഷൻ ഡിഫക്റ്റ് എന്താ? അസറ്റ് വർദ്ധിക്കുന്നു, അസറ്റ് ഇൻക്രീസസ് ആൻഡ് ഓൾസോ ലയബിലിറ്റി ഇൻക്രീസസ്. അസറ്റും വർദ്ധിക്കുന്നു, ലയബിലിറ്റിയും വർദ്ധിക്കുന്നു. ലെറ്റ് us examine the effect of this transaction in the balance sheet of Rohit. നോക്കിക്കോ, ബാലൻസ് ഷീറ്റ് നോക്കിക്കോ. നേരത്തെ ആ പേപ്പറിൽ വരച്ചതൊന്ന് കമ്പയർ ചെയ്തേ. മൂന്നാമത്തെ ട്രാൻസാക്ഷന്റെ സമയത്ത് ലയബിലിറ്റി സൈഡിൽ എത്ര ഒറ്റ ഐറ്റം ഉണ്ടായിരുന്നുള്ളൂ. ക്യാപിറ്റൽ എന്ന ഒരു അസറ്റ് ഒരു ഐറ്റം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ക്യാപിറ്റൽ 50,000. ഇവിടെ ഒരു ഐറ്റം കൂടി ആഡ് ചെയ്യപ്പെടുന്നു ലയബിലിറ്റി സൈഡിൽ. ക്രെഡിറ്റർ ഇൻ ബ്രാക്കറ്റ്സ് യു ക്യാൻ സീ സുരാജ്. സുരാജ് എന്ന് പറയുന്ന ഒരു ക്രെഡിറ്റർ അവിടെ ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പം 50,000 പ്ലസ് 7,600 ടോട്ടൽ ലയബിലിറ്റീസ് 57,600 രൂപയായിട്ട് മാറുന്നു. 57,600 രൂപയായിട്ട് എന്ത് വർദ്ധിക്കുന്നു? ലയബിലിറ്റി സൈഡ് വർദ്ധിക്കുന്നു. ഇനി ഇവിടെ അസറ്റ് സൈഡ് നോക്കിക്കോ. ക്യാഷ് ഇൻ ഹാൻഡ് നേരത്തെ കേസിൽ 28,000 തന്നെ. ക്യാഷ് ഒന്നും വർദ്ധിക്കുന്നേ ഇല്ല. മെഷീനറി 10,000 തന്നെ, അതിനും നോ ഇഫക്റ്റ് ആണ്. മെഷീനറിക്കും നോ ഇഫക്റ്റ് ആണ്. നേരത്തെ സ്റ്റോക്ക് ഉണ്ടായിരുന്നത് എത്രയായിരുന്നു മക്കളെ? 12,000 രൂപയായിരുന്നു. 12,000 രൂപയായിരുന്നു മൂന്നാമത്തെ ട്രാൻസാക്ഷന്റെ സമയത്ത് സ്റ്റോക്ക് ഉണ്ടായിരുന്നത്. ഇവിടെ അത് 19,600 ആയിട്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഇൻ ദ പ്രീവിയസ് കേസ് ദ സ്റ്റോക്ക് വാസ് ഓൺലി 12,000 ആൻഡ് ആഫ്റ്റർ ദിസ് ട്രാൻസാക്ഷൻ, ആഫ്റ്റർ ദ ഫോർത്ത് ട്രാൻസാക്ഷൻ, ഗൂഡ്സ് ദാറ്റ് ഈസ് അസെറ്റ്, ഗൂഡ്സ് അസെറ്റ് സ്റ്റോക്ക് ഇൻക്രീസസ് ബൈ 7,600. സോ 12,000 പ്ലസ് 7,600 is equal to 19,600. 19,600 രൂപയായിട്ട് സ്റ്റോക്ക് വർദ്ധിക്കുന്നു, ഗൂഡ്സ് വർദ്ധിക്കുന്നു.
അപ്പോൾ ഇവിടെ അസറ്റ് സൈഡിൻ്റെ ടോട്ടൽ 57,600, ലയബിലിറ്റി സൈഡിൻ്റെ ടോട്ടൽ 57,600. അപ്പോൾ ഇൻ ദിസ് കേസ് ഓൾസോ അസറ്റ് ഈക്വൽ ടു ഇക്വിറ്റീസ്, അസറ്റ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ, അസറ്റ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. ഈ സൈഡിൽ അസറ്റേ വരും, ഈ സൈഡിൽ ലയബിലിറ്റിയും വരും ക്യാപിറ്റലും വരും. അത് രണ്ട് ടൈപ്പ് ലയബിലിറ്റിയാണ്. എന്തൊക്കെയാണ്? ഓണേഴ്സ് ഇക്വിറ്റി, ക്രെഡിറ്റേഴ്സ് ഇക്വിറ്റി. അതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അപ്പോൾ നാലാമത്തെ ട്രാൻസാക്ഷൻ കഴിഞ്ഞ സമയത്തും ഇവിടെ എന്താണ് നടക്കുന്നത്? അസറ്റ് ഈക്വൽ ടു ഇക്വിറ്റീസ് തന്നെയാണ്. ഇപ്പം മനസ്സിലായോ? നോട്ടിൽ എഴുതിയെടുക്കുക, വരച്ചെടുക്കുക. ക്ലിയർ? ഇനി അഞ്ചാമത്തത് കുറച്ചുകൂടി നമ്മൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പോവുകയാണ്. കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. നോക്കുക, അഞ്ചാമത്തെ ട്രാൻസാക്ഷൻ നോക്കുക മക്കളെ. ബിസിനസ് സെൽ ഗൂഡ്സ് ഫോർ 9,600 ഓൺ ക്രെഡിറ്റ് ടു രാജൻ. ബിസിനസ് സെൽസ് ഗൂഡ്സ് on for 9,600 on credit to Rajan, costing 8,000. Read the transaction again and again. Business sells goods for 9,600. രോഹിത്തിന്റെ ബിസിനസ് 9,600 രൂപയുടെ സാധനങ്ങൾ രാജൻ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് കടത്തിന്, ക്രെഡിറ്റിന് വിൽക്കുന്നു. പൈസക്കല്ല, കടത്തിന് വിൽക്കുന്നു. 9,600 രൂപയുടെ സാധനം, കോസ്റ്റിംഗ് 8,000. എന്താ അങ്ങനെ പറഞ്ഞാൽ? ബിസിനസ് എന്തിനാ ചെയ്യുന്നത്? ലാഭം ഉണ്ടാക്കാനാണ്. നേരത്തെ ബിസിനസ് ഗൂഡ്സ് പർച്ചേസ് ചെയ്തു ഇല്ലേ? പല സ്ഥലത്തുനിന്ന് ക്യാഷ് കൊടുത്തിട്ടും സുരാജിൻ്റെ അടുക്കുന്നൊക്കെ ഗൂഡ്സ് വാങ്ങിച്ചിട്ടുണ്ട്. ആ ഗൂഡ്സ് വാങ്ങിച്ച വിലക്കാണോ ബിസിനസ് വിൽക്കുക? അല്ല, വാങ്ങിയ വിലയോടുകൂടി കുറച്ച് പ്രോഫിറ്റ് കൂടെ ആഡ് ചെയ്തിട്ടാണ് രോഹിത് വാങ്ങിച്ച സാധനങ്ങൾ കസ്റ്റമേഴ്സിന് വിൽക്കുക. അപ്പൊ രാജൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു കസ്റ്റമറാണ്. അപ്പോൾ 8,000 രൂപയുടെ സാധനങ്ങൾ 9,600 രൂപയ്ക്ക് വിറ്റു. ഗൂഡ്സ് കോസ്റ്റിംഗ് 8,000 ഇസ് സോൾഡ് ടു രാജൻ ഫോർ 9,600. അപ്പോൾ അവിടെ ഒരു ഡിഫറൻസ് കാണാം. 8,000 രൂപയുടെ സാധനം 9,600 വിറ്റു. അപ്പോൾ അവിടെ ഒരു 1,600 രൂപ, 8,000 രൂപയുടെ സാധനത്തോടു കൂടി 1,600 രൂപ പ്രോഫിറ്റ് കൂടെ ചേർത്തിട്ടാണ് രോഹിത് 9,600 രൂപയ്ക്ക് സാധനങ്ങൾ രാജന് വിറ്റത്. മനസ്സിലായോ? ഈ ഒരു കേസിൽ 3 ഇഫക്റ്റ് നിങ്ങൾക്ക് കാണാം. അവിടെ ഈ ഒരു കേസിൽ 3 ഇഫക്റ്റ് നിങ്ങൾക്ക് കാണാം. ആസ് എ റിസൾട്ട് ഓഫ് ദിസ് ട്രാൻസാക്ഷൻ the business makes a profit 1,600. ഈ ഒരു ട്രാൻസാക്ഷന്റെ ഫലമായിട്ട് ബിസിനസ് എന്ത് ചെയ്യുന്നു? 1,600 രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നു. എങ്ങനെയാ? 9,600 മൈനസ് 8,000. 9,600 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിറ്റ വില, 8,000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാങ്ങിയ വില. 8,000 രൂപയ്ക്ക് വാങ്ങിയത് 9,600 വിറ്റത് കൊണ്ട് 1,600 രൂപ പ്രോഫിറ്റ് രോഹിത് ഉണ്ടാക്കുന്നു. ഓക്കെ, അപ്പൊ ഈ 1,600 രൂപ എന്ന് പറയുന്നത് രോഹിത്തിന് അവകാശപ്പെട്ട പൈസയാണ്. രോഹിത്തിന്റെ ക്യാപിറ്റൽ വർദ്ധിക്കും. രോഹിത്തിന്റെ ക്യാപിറ്റൽ, ഈ 1,600 രൂപ നമ്മൾ രോഹിത്തിന്റെ ക്യാപിറ്റലിന്റെ കൂടെ ആഡ് ചെയ്യണം. രോഹിത്തിന്റെ ക്യാപിറ്റൽ ഇൻക്രീസസ്. നെക്സ്റ്റ്, ദിസ് ട്രാൻസാക്ഷൻ ക്രിയേറ്റ് എ കറണ്ട് അസറ്റ് രാജൻ. നമ്മൾ നേരത്തെ സുരാജോട് കടം വാങ്ങിച്ച സമയത്ത് സുരാജ് ക്രെഡിറ്റർ ആയിരുന്നു. ഇവിടെ രാജന് നമ്മൾ കടത്തിന് വിറ്റു. അപ്പൊ രാജന് കടത്തിന് വിൽക്കുന്ന സമയത്ത് രാജൻ നമ്മുടെ ആരാണ്? സൺട്രി ഡെപ്റ്റർ ആണ്. നമുക്ക് പണം തരാനുള്ള ആളാണ് രാജൻ. ക്ലിയർ ആവുന്നില്ലേ? അപ്പം സൺട്രി ഡെപ്റ്റർ എന്ന് പറയുന്നത് കറണ്ട് അസറ്റ് ആണ്. സൺട്രി ഡെപ്റ്റർ എന്ന് പറയുന്നത് എന്താണ്? രോഹിത് എന്ന് പറയുന്ന കച്ചവടക്കാരന്റെ കറണ്ട് അസറ്റ് ആണ്. അപ്പോൾ രാജൻ എന്ന് പറയുന്ന ഒരു സൺട്രി ഡെപ്റ്റർ എന്ന അസറ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. ആൻഡ് മേക്സ് എ ഡിക്രീസ് ഇൻ അനദർ അസറ്റ്, കറണ്ട് അസറ്റ്. എന്നിട്ട് എന്ത് ചെയ്യുന്നു? സ്റ്റോക്ക് കുറയണം. 3 ഇഫക്റ്റ് ഇവിടെ ഉണ്ട്. സ്റ്റോക്ക് കുറയണം, രാജൻ എന്ന ഒരു അസറ്റ് കൂടണം, രോഹിത്തിന്റെ ക്യാപിറ്റലിനോട് 1,600 രൂപ ആഡ് ചെയ്യണം. അപ്പൊ ഇങ്ങനെ ലാഭത്തിനൊക്കെ സാധനങ്ങൾ വിൽക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം. പരീക്ഷയ്ക്കൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ 3 ഇഫക്റ്റ് നിങ്ങൾ എൻ്റർ ചെയ്യാനുണ്ട്. മനസ്സിലായോ? ഓക്കെ, ഇനി നമുക്ക് ഇവൻ്റെ ബാലൻസ് ഷീറ്റ് നോക്കാം. രോഹിത്തിന്റെ ബാലൻസ് ഷീറ്റ് നോക്കാം. നോക്കിക്കോ മക്കളെ, ഇവിടെ ക്യാപിറ്റൽ ഇൻക്രീസസ്. നേരത്തെ എത്രയായിരുന്നു ക്യാപിറ്റൽ ഉണ്ടായിരുന്നത്? 50,000 ആയിരുന്നു.
ഇല്ലേ? 50,000 പ്ലസ് 1,600, 1,600 എന്ന് പറയുന്നത് ഇവന് കിട്ടിയ പ്രോഫിറ്റാണ്. അപ്പം ക്യാപിറ്റൽ എത്രയായിട്ട് മാറും? 51,600 രൂപയായിട്ട് ക്യാപിറ്റൽ മാറും. ക്രെഡിറ്റർ ഒന്നും മാറ്റമൊന്നുമില്ല, സുരാജ് 7,600 തന്നെയാണ്, അത് അവിടെ തന്നെ ഉണ്ട്. നെക്സ്റ്റ് ക്യാഷ് ഇൻ ഹാൻഡ്. ക്യാഷ് വർദ്ധിക്കുന്നുണ്ടോ കടത്തിന് സാധനം വിൽക്കുന്ന സമയത്ത്? ഇല്ല, കടത്തിന് സാധനം വെക്കുന്ന സമയത്ത് ക്യാഷിന് ഇഫക്റ്റ് ഒന്നുമില്ല. അപ്പോൾ ക്യാഷ് നേരത്തെയും 28,000 ആയിരുന്നു, ഇപ്പോഴും 28,000 തന്നെ. ഇനി മെഷീനറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടോ? നോ ഇൻഫ്ലുവൻസ് ഓൺ മെഷീനറി. മെഷീനറി റിമൈൻസ് ദ സെയിം, ദാറ്റ് ഈസ് 10,000 rupees. നെക്സ്റ്റ് സ്റ്റോക്കിനെ എഫക്റ്റ് ചെയ്യുന്നു. സ്റ്റോക്കിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട് ഇല്ലേ? സ്റ്റോക്ക് കുറയുന്നു. നേരത്തെ കേസിൽ 19,600 രൂപയായിരുന്നു സ്റ്റോക്ക് ഉണ്ടായിരുന്നത്. അതിൽ നിന്നും 8,000 രൂപയുടെ സ്റ്റോക്ക് കുറയുന്നു. 8,000 രൂപയുടെ സാധനം നമ്മൾ വിറ്റു. അപ്പോൾ സ്റ്റോക്ക് എത്രയായിട്ട് കുറയണം? 19,600 മൈനസ് 8,000, ദാറ്റ് ഈസ് 11,600. 11,600 ആയിട്ട് സ്റ്റോക്ക് കുറയണം. 11,600 ആയിട്ട് സ്റ്റോക്ക് കുറയണം. ഇനി മറ്റൊരു ഇഫക്റ്റ് ഇതാ, ഡെപ്റ്റർ. രാജൻ ഈസ് ക്രിയേറ്റഡ്. രാജൻ എന്ന് പറയുന്ന ഒരു അസറ്റ് കൂടെ, ഒരു കറണ്ട് അസറ്റ് കൂടെ അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. രാജൻ എത്ര തന്നെയാണ്? 9,600 തന്നെ രാജൻ തരണം. രാജൻ 8,000 അല്ല തരാനുള്ളത്. രാജൻ നമുക്ക് തരാനുള്ളത് 9,600 രൂപ തന്നെയാണ് രാജൻ ബിസിനസ്സിന് തരാനുള്ളത്. അപ്പോൾ ഇവിടെ രാജൻ എന്ന് പറയുന്ന ഒരു കറണ്ട് അസറ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. ഇനി നോക്കിക്കോ, ഇൻ ദിസ് കേസ് ഇവാലുവേറ്റ് ദ ബാലൻസ് ഷീറ്റ് ഓഫ് മിസ്റ്റർ രോഹിത്. ഇത് രണ്ടും ഇതൊക്കെ ഈ ഐറ്റം ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 59,200 ആണ്. 59,200 രൂപ അസറ്റ് സൈഡിൽ നമുക്ക് കിട്ടും. അതേപോലെ ലയബിലിറ്റി സൈഡിലും 51,600 പ്ലസ് 7,600 ഗീവ്സ് 59,200. അപ്പോൾ ഇൻ ദിസ് കേസ് ഓൾസോ അസറ്റ് ഈക്വൽ ടു ഇക്വിറ്റീസ്, അസറ്റ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ, അസറ്റ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. ഇൻ ദിസ് കേസ് ഓൾസോ അക്കൗണ്ടിങ് ഇക്വേഷൻ is proved. In this case also accounting equation is proved. So let me conclude our today's topic. Irrespective of any transaction, the accounting equation will remain the same. So always at any point of time, the total assets of a company will be equal to its liabilities plus capital. അപ്പോൾ ഈ ക്ലാസ് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ കാണുക. കഴിഞ്ഞ ക്ലാസ് മനസ്സിലാവാത്ത കുട്ടികൾ അത് കണ്ട് മനസ്സിലാക്കിയിട്ട് ഇതൊരു അടുത്ത ക്ലാസ്സിൽ ഒരു പ്രോബ്ലമാണ് ചെയ്യേണ്ടത്. മനസ്സിലായോ? അപ്പോൾ ഇവിടെ വളരെ കൃത്യമായിട്ട് ഈ പാഠം നിങ്ങളൊരു ഷീറ്റ് പേപ്പറിലൊക്കെ എൻ്റെ കൂടെ തന്നെ വരച്ചെടുത്തിട്ട് കൃത്യമായിട്ട് പഠിക്കുക. അടുത്ത ദിവസം ഞാനൊരു പ്രോബ്ലം ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ ആൻഡ് ഓൾസോ പ്രസ് ദ ബെൽ ബട്ടൺ. ബാക്കിയുള്ള കാര്യങ്ങൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.